സ്വാഗതം ടോപ് 10ലേക്ക്. പാർലമെന്റിലും നിയമസഭയിലും ഭരണ പ്രതിപക്ഷ വാക്പോര് ഇന്നും കടുത്തു. മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന ദൈവവചനം ശരിയാകുമെന്ന പ്രതീക്ഷയിലാണ് ചിലർ. സംസ്ഥാനത്തിന്റെ ദീർഘകാല സ്വപ്ന പദ്ധതിയായ ശബരി റെയിൽ യാഥാർത്ഥ്യമാകാനൊരുങ്ങുന്നു. ഇന്ന് സംഭവിച്ചതൊക്കെയും വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. अमेरिका यात्रा के बाद से भारत और अमेरिका एक संतुलित और पारस्परिक रूप से लाभकारी द्विपक्षीय व्यापार समझौते का ഇന്ത്യ US വ്യാപാര കരാർ വികസിത ഭാരതത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയേക്കാൾ നേട്ടം ഇന്ത്യക്കെന്നും ലോക്സഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് എണ്ണ ഉറപ്പാക്കുമെന്നും മന്ത്രി. പോസ്റ്ററുകളുമായി ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. നരവനെയുടെ പുസ്തകവുമായി രാഹുൽ ഗാന്ധി. നെഹ്റു, ഇന്ദിര, സോണിയാഗാന്ധി എന്നിവരെക്കുറിച്ചുള്ള പുസ്തകവുമായി പ്രതിരോധിച്ച BJP അംഗം നിഷികാന്ത് ദുബെ. വ്യാപാര കരാറിൽ പ്രധാനമന്ത്രി നാളെ മറുപടി പറയും. കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു മുഖ്യമന്ത്രി. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന നിലപാട് സംസ്ഥാനത്തോടുള്ള പ്രതികാര നടപടിയെന്ന വിമർശനം. സ്പീക്കറുടെ ഡയസിലേക്ക് അതിക്രമിച്ചു കയറിയതുൾപ്പെടെയുള്ള പ്രതിപക്ഷ നടപടികളെ അപലപിച്ചും പ്രമേയം പാസാക്കി. സഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ശബരിമല വിഷയത്തിൽ കൊമ്പുകോർത്ത് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ. കേസ് CBIക്ക് വിട്ടപ്പോൾ അന്നുണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ് ബാലിയെ നാട് കടത്തണം എന്ന് പറഞ്ഞ് ബാലി കോലി എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് സമരം സംഘടിപ്പിച്ച ആളാണ് ഈ പാർലമെന്ററി കാര്യമന്ത്രി. എറണാകുളത്ത് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ജനതാല്പര്യമല്ല, ഞാൻ മൊത്ത വികാരത്തിനകത്ത് അടിപ്പെട്ട് കിടന്ന് നിരവധി അവസ്ഥയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാറിയുമ്പോ എന്നുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം ശരിയായ ദിശയിലെന്ന് ഹൈക്കോടതി. അതിസങ്കീർണമായ കേസായതിനാൽ കുറ്റപത്രം വൈകുന്നതിൽ ആശങ്ക വേണ്ടെന്നും കോടതി. കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജിയിൽ വിധി നാളെ. ആടിയ നെയ് വിൽപ്പന കേസിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ സുനിൽകുമാർ അറസ്റ്റിൽ. സുനിൽകുമാറിനെ റിമാൻഡ് ചെയ്ത് കൊല്ലം വിജിലൻസ് കോടതി. ശബരി റെയിൽപാത പദ്ധതിയുടെ പകുതി ചെലവ് വഹിക്കാൻ തയ്യാറെന്ന് സംസ്ഥാനം. കിഫ്ബി വഴി 1900 കോടി രൂപ നൽകാൻ മന്ത്രിസഭാ തീരുമാനം. KSRTCയുടെ റൂട്ടിൽ ഗണേഷ് കുമാറിനെ നിയമസഭയിൽ പരസ്യമായി തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വകാര്യ ബസ്സുകൾ ഓടുന്ന റൂട്ടുകളിൽ KSRTC ഒഴിവാക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി. നിലപാട് മാറ്റി മന്ത്രി ഗണേഷ് കുമാർ. NSS SNDP ഐക്യം അടഞ്ഞ അധ്യായമെന്ന് G സുകുമാരൻ നായർ. സൗഹാർദ്ദം മാത്രം. തീരുമാനം NSS ഡയറക്ടർ ബോർഡിന്റേത് എന്നും വിശദീകരണം. NSS വാതിലടച്ചു എന്ന് SNDP വിശ്വസിക്കുന്നില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി. NSSുമായി ചർച്ച നടത്തും. ചട്ടിയും കലവുമാകുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചു. പുതിയ BJP സർക്കാർ അധികാരമേറ്റു. മുഖ്യമന്ത്രിയായി യുമ്മാൻ ഖേംചന്ദും 2 ഉപമുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. SIRനെതിരായ ഹർജിയിൽ സുപ്രീം കോടതിയിൽ നേരിട്ട് വാദിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. 4.5 പതിറ്റാണ്ടിന് ശേഷം വക്കീൽ കുപ്പായം അണിഞ്ഞത് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ. ഇറാനെ വളഞ്ഞ് അമേരിക്കയുടെ കപ്പൽ വ്യൂഹം. വിവരം പുറത്തുവിട്ട് ഇറാനിലെ മാധ്യമങ്ങൾ. US പടക്കപ്പലായ എബ്രഹാം ലിങ്കണൊപ്പം 3 പടക്കപ്പലുകൾ നങ്കൂരമിട്ടു. കപ്പൽ വ്യൂഹം ഇറാന്റെ ചബഹാർ തുറമുഖത്തിന് 1400 കിലോമീറ്റർ അകലെ. അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ. വെള്ളിയാഴ്ചത്തെ കലാശ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ നേരിടും. സെമിയിൽ അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചത് 7 വിക്കറ്റിന്. മലയാളി താരം ആരോൺ ജോർജിന് സെഞ്ചുറി. T20 ലോകകപ്പ് സന്നാഹ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സൗത്ത് ആഫ്രിക്കയ്ക്ക് 241 റൺസ് വിജയലക്ഷ്യം. വനിതാ പ്രീമിയർ ലീഗ് ഫൈനലിൽ നാളെ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം.
രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി വി കുഞ്ഞികൃഷ്ണൻ. ഫണ്ട് KP മധു കട്ടെന്നും കണക്കുകൾ അംഗീകരിക്കാൻ വേണ്ടിയാണ് മധുവിനെ ഏരിയ സെക്രട്ടറി ആക്കിയതെന്നും ആരോപണം. പറ്റുമെങ്കിൽ തനിക്കെതിരെ കേസ് കൊടുക്കട്ടെ എന്നും കുഞ്ഞികൃഷ്ണൻ. വിവാദങ്ങൾക്കിടെ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകം പ്രകാശനം ചെയ്തു. സ്റ്റോറി ഓഫ് ദ ഡേ ചരിത്ര വിജ്ഞാനമായി ഹരിയുടെ ഹോബി. ഇന്ത്യ-US വ്യാപാര കരാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ആദ്യം തന്നെ പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം ഇങ്ങനെയൊരു കരാറിനെ കുറിച്ച് ട്രംപ് പറഞ്ഞു വേണോ തങ്ങൾ അറിയാൻ എന്നതായിരുന്നു. എന്തായാലും ഇന്ത്യൻ താൽപ്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന കരാർ എന്ന മറുപടിയിൽ പ്രതിപക്ഷത്തിന്റെ വായടയ്ക്കാൻ ശ്രമിച്ചു ഇന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പാർലമെന്റിൽ. പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് അദ്ദേഹം ഈ കരാറിനെ കുറിച്ച് വിശദീകരിച്ചത്. ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ഭരണപക്ഷ പോര് തുടരുകയായിരുന്നു. നന്ദിപ്രമേയ ചർച്ച തുടരുന്നതിനിടെ രാഹുൽ ഗാന്ധിക്ക് പ്രസംഗിക്കാൻ അനുമതി നൽകാത്തതിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കലാണ് കരാറിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. കാർഷിക മേഖലയുടെയും ക്ഷീരമേഖലയുടെയും താൽപര്യങ്ങൾ ഹനിക്കില്ല. മേക്ക് ഇൻ ഇന്ത്യ, ഡിസൈൻ ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികളെ ആഗോളതലത്തിൽ പ്രോത്സാഹിപ്പിക്കും. कृषि और दुग्ध क्षेत्रों के हितों की रक्षा सुनिश्चित करने में सफल रहा है. अमेरिकी पक्ष के भी कुछ ऐसे क्षेत्र थे जो उनके दृष्टिकोण से संवेदनशील थे. ഇന്ത്യയ്ക്ക് മേലുള്ള US തീരുവ മറ്റു രാജ്യങ്ങളെക്കാൾ കുറവാണെന്ന് പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. രാജ്യസഭയിലും പീയൂഷ് ഗോയൽ വ്യാപാര കരാറിനെ കുറിച്ച് വിശദീകരിച്ചു. എന്നാൽ വിശദീകരണത്തിന് ശേഷം പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ സ്പീക്കർ അത് വിലക്കി. തുടർന്ന് മറ്റു നടപടികളിലേക്ക് കടന്നപ്പോൾ സ്പീക്കർക്കെതിരെ അടക്കം വലിയ പ്രതിഷേധം പ്രതിപക്ഷം നടത്തി. കരസേനാ മുൻ മേധാവി MM നരാവനെയുടെ പുസ്തകവുമായി രാഹുൽ ഗാന്ധി സഭയിലെത്തി. പുസ്തകത്തിൽ നിന്നുള്ള വരികൾ വായിക്കുന്നതിന് അനുമതി ചോദിച്ചുവെങ്കിലും സ്പീക്കർ നൽകിയില്ല. MP-മാരുടെ സസ്പെൻഷനിൽ കോൺഗ്രസ് വലിയ പ്രതിഷേധം തുടരുന്നതും സഭയിൽ കണ്ടു. മോദിയുടെയും രാജ്നാഥ് സിംഗിന്റെയും നരാവനെയുടെയും ചിത്രങ്ങളുള്ള വലിയ 2 ബാനറുകളുമായിട്ടായിരുന്നു പ്രതിപക്ഷം എത്തിയത്. ഇടയ്ക്ക് നിർത്തിവെച്ച ശേഷം വീണ്ടും സഭ ചേർന്നപ്പോൾ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും സോണിയാഗാന്ധിയെയും കുറിച്ചുള്ള പുസ്തകങ്ങൾ ഉയർത്തി BJP അംഗം നിഷികാന്ത് ദുബെ സംസാരിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. കോൺഗ്രസ് അംഗങ്ങൾ നടുത്തളത്തിലെ മേശപ്പുറത്തേക്ക് വലിഞ്ഞു കയറാൻ ശ്രമിച്ചു. ഷാഫി പറമ്പിൽ MP അടക്കം പേപ്പർ സ്പീക്കർക്ക് നേരെ കീറിയെറിഞ്ഞ് പ്രതിഷേധിച്ചു. കോൺഗ്രസ് അംഗങ്ങൾ സ്പീക്കറുടെ ചേംബറിലെത്തിയും പ്രതിഷേധിച്ചു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ JP നദ്ദ അടക്കം സംസാരിച്ചു. പ്രതിപക്ഷത്തെ പരിഹസിക്കുന്ന പരാമർശങ്ങൾക്ക് മല്ലികാർജ്ജുൻ ഖാർഗെ മറുപടി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓരോ പ്രവൃത്തികളും രാജ്യത്തെ ദുർബലമാക്കുന്നുവെന്ന് ഖാർഗെ ആരോപിച്ചു. देश के जनता के भलाई के लिए दिया और कितना समय देश के बाहर इन्होंने बिताए ये आप सभी को मालूम है. പാർലമെന്റ് കവാടത്തിന് മുന്നിൽ സസ്പെൻഷനിലായ MP-മാരുടെ പ്രതിഷേധവും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. കഴിഞ്ഞ ദിവസം ഈ വ്യാപാരത്തെക്കുറിച്ച് ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാറിനെക്കുറിച്ച് വാഴ്ത്തിപ്പാടിയെത്തിയത് നിരവധി കേന്ദ്രമന്ത്രിമാരാണ്. ഇന്നിപ്പോൾ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ പറഞ്ഞത് ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാർ ഏറ്റവും അടുത്ത് തന്നെ അത് പ്രാബല്യത്തിലാക്കും, മേക്ക് ഇൻ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്നാണ്. 3 ദിവസത്തെ സന്ദർശനത്തിന് അദ്ദേഹം വാഷിംഗ്ടണിൽ എത്തി. US സ്റ്റേറ്റ് സെക്രട്ടറി, ട്രഷറി സെക്രട്ടറി എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ചയും നടത്തി. അന്താരാഷ്ട്ര ക്രിട്ടിക്കൽ മിനറൽസ് ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ-US വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുന്നതിനിടെ കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. വാഷിംഗ്ടണിൽ നടക്കുന്ന നിർണായക ധാതുമന്ത്രിതല യോഗത്തിന് മുന്നോടിയായാണ് കൂടിക്കാഴ്ച. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും തന്ത്രപരമായ സഹകരണം ശക്തിപ്പെടുത്താനുമുള്ള വഴികൾ ചർച്ച ചെയ്തു. വാഷിംഗ്ടണിൽ നടക്കുന്ന അന്താരാഷ്ട്ര ക്രിട്ടിക്കൽ മിനറൽസ് ഉച്ചകോടിയിൽ ഇന്ത്യയടക്കം 50 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റുമായും S ജയശങ്കർ ചർച്ചകൾ നടത്തിയിരുന്നു. ഇന്ത്യ-US വ്യാപാര കരാറും സാമ്പത്തിക സഹകരണമായിരുന്നു ചർച്ചയിലെ പ്രധാന വിഷയങ്ങൾ. ഉഭയകക്ഷി സഹകരണം, പ്രാദേശിക ആഗോള പ്രശ്നങ്ങൾ എന്നിവയും ചർച്ചയായി. വ്യാപാരം, ഊർജ്ജം, ആണവ പ്രതിരോധം, നിർണായക ധാതുക്കൾ, സാങ്കേതികവിദ്യ എന്നിവയിലും ചർച്ച ചെയ്യപ്പെട്ടുവെന്നും ജയശങ്കർ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളുടെയും താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇൻഡോ പസഫിക് സഹകരണം മെച്ചപ്പെടുത്തുവാനും കൂടിക്കാഴ്ചയിൽ തീരുമാനിച്ചു. ക്വാഡ് വഴി ഉഭയകക്ഷി ബഹുമുഖ സഹകരണം വികസിപ്പിക്കാനുള്ള പ്രതിബദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇരുവരും കൂടിക്കാഴ്ച അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നടന്ന ചർച്ചകൾക്ക് പിന്നാലെ
ഇന്ത്യ US വ്യാപാര കരാർ നിലവിൽ വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം. കരാർ പ്രകാരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ 25% നിന്ന് 18% കുറയ്ക്കാൻ വാഷിംഗ്ടൺ സമ്മതിച്ചിട്ടുണ്ട്. ഇത് ഉടനടി പ്രാബല്യത്തിൽ വരും. പ്രഖ്യാപനത്തിന് പിന്നാലെ എസ് ജയശങ്കർ വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്തിരുന്നു. ഈ കരാർ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുമെന്നും നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്നും ഇന്ത്യയുടെ പ്രധാന സംരംഭമായ മേക്ക് ഇൻ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇന്ന് പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കേന്ദ്ര സഹമന്ത്രി റവനീത് സിംഗ് ബിട്ടുവും തമ്മിൽ ചെറിയ ചില വാവിട്ട വാക്കുകളുമൊക്കെ ഉണ്ടായി. യുദ്ധം ജയിച്ചു വന്നതാണോ എന്ന് സമരം ചെയ്യുന്ന എംപിമാരോട് ബിട്ടു ചോദിച്ചതാണ് തർക്കത്തിന് തുടക്കമായത്. ബിട്ടു ചതിയനാണ് എന്ന് രാഹുൽ തിരിച്ചടിച്ചു. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന നേതാവായിരുന്നു ബിട്ടു. कारगिल की जंग जीत के आए। देश का पेज क्या है? नो, ये कारगिल की जंग जीत के आए। हेलो, हियर इज अ ट्रेटर वॉकिंग राइट बाय। टेक अ लुक एट द फेस. व्हाट इट लुक्स लाइक. हेलो ब्रदर. सर थोड़ा माय ट्रेटर फ्रेंड. सरेंडर. डोंट वरी, यू कम बैक. सरेंडर. देश के दुश्मन. ഇന്ത്യയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഇന്ത്യ അമേരിക്ക ഡീലെന്ന എ റഹീം MP ട്രംപിന്റെ കാൽ കീഴിൽ മോദി സർക്കാർ അടിയറവ് പറയുന്നതിന്റെ തെളിവാണിത്. US-ഉമായുള്ള വ്യാപാര കരാർ ആശങ്കയുണ്ടാക്കുന്നു. രാജ്യത്തെ കർഷകരെ ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിവിടുന്ന നടപടിയാണ് ഇതെന്നും എ റഹീം MP ഡൽഹിയിൽ പ്രതികരിച്ചു. രാജ്യത്തെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഇൻഡോ അമേരിക്ക ഡീൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് പ്രശ്നങ്ങൾ വളരെ പ്രധാനമായും ഇക്കാര്യത്തിൽ രാജ്യത്തിന് ആശങ്കയായുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യൻ പാർലമെൻറ്റോ ഇനി ഇന്ത്യയിൽ നിന്നോ ആരും പ്രഖ്യാപിക്കാതെ വൈറ്റ് ഹൗസ് ഇന്ത്യയുടെ ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കാൻ കഴിയുന്ന വളരെ നയപരമായ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം ട്രംപിൻ്റെ കാൽക്കീഴിൽ നരേന്ദ്രമോദി സർക്കാർ അടിയറ വച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ്. സസ്പെൻഷൻ നടപടികളൊന്നും ഭയപ്പെടുന്നില്ലെന്ന് ഡീൻ കുര്യാക്കോസ് MP എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ മിണ്ടാൻ പാടില്ല എന്നത് അംഗീകരിക്കാനാകില്ല. പ്രതിഷേധങ്ങളും സമരങ്ങളും തുടരുമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ആ ഒരു തരത്തിലേക്ക് BJP ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ കൊണ്ടുപോവുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി ഈ രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ദേശസുരക്ഷയെ സംബന്ധിച്ച് ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ അവർ കൃത്യമായ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി അക്കാര്യത്തിൽ പ്രധാനമന്ത്രിക്കുൾപ്പെടെ സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ അവർ തുറന്നു സമ്മതിക്കുകയും മേലിൽ ഇത് ആവർത്തിക്കപ്പെടാതിരിക്കുകയും രാജ്യത്തിൻ്റെ യശസ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു പോരാട്ടത്തിനാണ് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത്. ശബരിമല വിഷയത്തിൽ തുടർച്ചയായ രണ്ടാം ദിവസവും നിയമസഭ പ്രക്ഷുബ്ധമായി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തിറങ്ങി. ഭരണപക്ഷത്തിനു വേണ്ടി ഇന്നും കച്ചകെട്ടിയത് മന്ത്രിമാരായ P. രാജീവും MP. രാജേഷും തന്നെയായിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ സമനില തെറ്റിയെന്നും ഇരട്ടത്താപ്പിന്റെ നേതാവ് എന്നുമായിരുന്നു വിശേഷണം. സമരത്തിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ട് പോകില്ലെന്നും മന്ത്രിമാർ കടന്നാക്രമിക്കുന്നത് ഭയം കൊണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും തിരിച്ചടിച്ചു. ശബരിമല വിഷയത്തിൽ സഭ പ്രക്ഷുബ്ധമാക്കി ബഹിഷ്കരിക്കുക എന്ന നിലപാടാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം മുതൽ സ്വീകരിക്കുന്നത്. ചോദ്യോത്തരവേള തുടങ്ങിയപ്പോൾ തന്നെ പ്രതിഷേധം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം സഭയിലുണ്ടായ സംഭവ വികാസങ്ങളും മുഖ്യമന്ത്രിയുടെ പ്രതികരണവും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിച്ചത്. പ്രതിപക്ഷ അംഗങ്ങൾ വാച്ച് ആൻഡ് വാർഡിനെ വടികൊണ്ടടിച്ചു എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ ചൊല്ലിയായിരുന്നു വാക്പോരിന് തുടക്കം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വാസ്തവ വിരുദ്ധമായൊരു പ്രസ്താവന നടത്തി. ഞങ്ങൾ വാച്ച് ആൻഡ് വാർഡിനെ വടികൊണ്ട് അടിച്ചു എന്നുള്ള തെറ്റായൊരു പ്രസ്താവന നടത്തി. അദ്ദേഹം അത് പിൻവലിക്കണം. അങ്ങ് ഒരിക്കൽ കൂടി ചെയർ റിക്വസ്റ്റ് ചെയ്യുന്നത് ഹൗസ് ഡിസ്ട്രപ്റ്റ് ചെയ്യരുത്. ഡിബേറ്റിന്റെ വേദിയാണ് ഹൗസ്, അതിനുള്ള വേദി ഒരുക്കണം എന്നാണ് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. തുടർന്ന് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ വിമർശിച്ച് മന്ത്രിമാരായ MP. രാജേഷും P. രാജീവും രംഗത്ത് വന്നു. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേരുകൾ പരാമർശിച്ച് ആരോപണ പ്രത്യാരോപണങ്ങൾ. പിന്നെ കണ്ടത് രൂക്ഷമായ വാക്പോര്. പാപ്പരത്വം കൊണ്ടാണ് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ഉയർത്താൻ ശ്രമിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇന്നലെ ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ചോ സോണിയാഗാന്ധിയെ കുറിച്ചോ പറഞ്ഞതിൽ ഏത് വാക്കാണ് അധിക്ഷേപകരം എന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറയണം. ജനതാല്പര്യമല്ല, ഞാൻ എന്നൊറ്റ വികാരത്തിനകത്ത് അടിപ്പെട്ട് കിടന്ന് നിരവധി അവസ്ഥയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാറുമ്പോ
എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാൻ. നേതാക്കന്മാർ തമ്മിൽ വാക്പോര് തുടരുമ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്ലക്കാർഡുകളുമായി മുദ്രാവാക്യം വിളിച്ചു. ചോദ്യം നമ്പർ 121 എൽദോസ് പി കുന്നപ്പള്ളിയിൽ നോട്ട് ഇൻ ദ സെറ്റ്. ചോദ്യം നമ്പർ 122 ശ്രീ ടി.പി. രാമകൃഷ്ണൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീമതി കെ. ശാന്തകുമാരി, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. തുടർന്ന് സഭ പൂർണ്ണമായും ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി. അതേസമയം സ്പീക്കറുടെ ചേംബറിനകത്തേക്ക് അതിക്രമിച്ച് കയറിയതുൾപ്പെടെ കഴിഞ്ഞ ദിവസമുണ്ടായ പ്രതിപക്ഷ നടപടികളെ അപലപിച്ച് നിയമസഭ പ്രമേയം പാസാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ നിയമസഭ പ്രമേയം പാസാക്കി. എയിംസിലും വിഴിഞ്ഞം തുറമുഖത്തിലും അതിവേഗ റെയിലുമടക്കം കേന്ദ്രം കേരളത്തോട് കാണിച്ചത് പ്രതികാര നടപടിയെന്ന് പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി വിമർശിച്ചു. പക്ഷേ സഭ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങിയതിനാൽ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തെ ഭരണപക്ഷം വിമർശിച്ചു. ഔദ്യോഗികമായി അറിയിച്ചിരുന്നില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിശദീകരണം. കേരളത്തെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ടുള്ള ബജറ്റാണ് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും വിമർശനം ശക്തമാക്കുന്നതിനിടെയാണ് ഇക്കാര്യത്തിൽ നിയമസഭാ പ്രമേയം പാസാക്കിയത്. കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളെ കേന്ദ്രം കാലങ്ങളായി തഴയുകയാണെന്നും എയിംസ് സ്ഥാപിക്കുന്നതിനായി സ്ഥലം കണ്ടെത്തി നൽകിയിട്ടും കേന്ദ്ര സർക്കാർ മൗനം തുടരുകയാണെന്നും മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളം മുന്നോട്ട് വച്ചിട്ടുള്ള ന്യായയുക്തമായ ആവശ്യങ്ങൾ പലതിനും യാതൊരു പരിഗണനയും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്നത് കേരള സമൂഹത്തെ ഒന്നാകെ നിരാശപ്പെടുത്തുന്നതാണ്. അതിനപ്പുറം രാജ്യത്തിൻ്റെ അന്തസ്സിനെ ലോക സമൂഹ മധ്യത്തിൽ ഇടിച്ചു താഴ്ത്തുന്നതുമാണ്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തികവും വികസനപരവുമായ നില ഭദ്രമാകുമ്പോൾ മാത്രമേ രാജ്യത്തിന് തലയുയർത്തി നിൽക്കാനാകൂ എന്നും എന്നാൽ കേന്ദ്രം ജനാധിപത്യ മൂല്യങ്ങളെ പോലും വിസ്മരിക്കുകയാണെന്നും പ്രമേയത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രമേയം സഭ ഐക്യകണ്ഠേന പാസാക്കി. അതേസമയം സഭ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങിയതിനാൽ പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. കേന്ദ്രത്തിനെതിരായ പ്രമേയം നിയമസഭ പാസാക്കുമ്പോൾ ഭേദഗതി ചൂണ്ടിക്കാട്ടാൻ പ്രതിപക്ഷം ഇല്ലാതിരുന്നതിനെ ഭരണപക്ഷം വിമർശിച്ചു. പ്രതിപക്ഷം ഈ പ്രമേയത്തെ കൂടെ നിൽക്കാതെ ബഹിഷ്കരിച്ചിട്ട് പ്രതിപക്ഷത്തിന്റെ തൊടുന്യായത്തിനെ പിന്തുണയ്ക്കുക എന്നത് രാജാവിനേക്കാൾ തൊടുന്യായമാണ്. നോക്കൂ, കേന്ദ്ര സർക്കാർ പ്രമേയം സർക്കുലേറ്റ് ചെയ്ത പ്രമേയമല്ലേ. എന്നാൽ പ്രമേയം പാസാക്കുന്ന വിവരം തങ്ങളെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിശദീകരണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT കുറ്റപത്രം വൈകുന്ന പശ്ചാത്തലത്തിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്നതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. തെളിവ് നശിപ്പിക്കലടക്കമുള്ള സാഹചര്യങ്ങളിലേക്ക് നീങ്ങുമെന്ന ആശങ്ക ശക്തമാകുമ്പോഴും ആ ശങ്ക വേണ്ടെന്ന് പറയുകയാണ് ഹൈക്കോടതി. സ്വർണ്ണക്കൊള്ളയിൽ സ്വാഭാവിക ജാമ്യം കിട്ടിയതുകൊണ്ട് പ്രതികൾ രക്ഷപ്പെടില്ല. അതിസങ്കീർണമായ കേസാണെന്നും പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നതിൽ ആശങ്കയില്ല എന്നും ഇന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ നിരീക്ഷണം. കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറണമെന്ന ആവശ്യവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം 4 പേരാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ഈ ഹർജികളാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നിരീക്ഷിച്ചത്. കേസിലെ പ്രതികളാരും രക്ഷപ്പെടില്ലെന്നും അതിനുള്ള മേൽനോട്ടം തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നുമാണ് ഹൈക്കോടതി ഇന്ന് പറഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജിയിൽ നാളെ വിധി. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് വാദം പൂർത്തിയായി. കട്ടിളപ്പാളി കേസിൽ ജാമ്യ ഹർജിയിലാണ് വാദം പൂർത്തിയാക്കി വിധി പറയാൻ നാളത്തേക്ക് മാറ്റിയത്. ജാമ്യം ലഭിച്ചാൽ പോറ്റി ജയിൽ മോചിതനാകും. ദ്വാരപാലകപ്പാളി കേസിൽ നേരത്തെ ജാമ്യം നേടിയ പോറ്റി കട്ടിളപ്പാളി കേസിലും 90 ദിവസത്തെ ജയിൽവാസത്തിന് പിന്നാലെയാണ് സ്വാഭാവിക ജാമ്യത്തിന് കോടതിയെ സമീപിച്ചത്. സ്വാഭാവിക ജാമ്യം പ്രതിയുടെ നിയമപരമായ അവകാശമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. വാദങ്ങൾ പരിശോധിച്ചും SITയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും കോടതി വിധി പറയുക. കുറ്റപത്രം നൽകാൻ വൈകിയതിനാൽ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചേക്കുമെന്നാണ് സൂചന. ജാമ്യം ലഭിച്ചാൽ കേസിൽ ജയിൽ മോചിതനാകുന്ന 4ാമത്തെ പ്രതിയായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി. അന്വേഷണ സംഘം 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്ന് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരാരി ബാബു, S. ശ്രീകുമാർ എന്നിവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. അതേസമയം മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യ ഹർജി 11-ന് പരിഗണിക്കും. റിമാൻഡിലായി 90 ദിവസം കഴിഞ്ഞത് കാട്ടി സ്വാഭാവിക ജാമ്യത്തിനായാണ് ബൈജു ഹർജി സമർപ്പിച്ചത്. അമൃത ന്യൂസ്, കൊല്ലം.
ശബരിമലയിലെ ആടിയ ശിഷ്ടം നെയ് ക്രമക്കേടിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ സുനിൽകുമാർ പോറ്റിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ഡോക്ടർ CS മോഹിത് മുൻപാകെ പ്രതിയെ ഹാജരാക്കി. കൊല്ലം ജില്ലാ ജയിലിലേക്ക് സുനിൽകുമാർ പോറ്റിയെ മാറ്റുകയും ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ED വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ്. മുരാരി ബാബുവിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ക്രമക്കേടുകളുണ്ട് എന്നാണ് EDയുടെ കണ്ടെത്തൽ. 2019 മുതൽ 25 വരെയുള്ള കാലയളവിൽ മുരാരി ബാബുവിന്റെ സ്വത്തിൽ വലിയ രീതിയിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നും ED കണ്ടെത്തിയിട്ടുണ്ട്. മുരാരി ബാബുവിന്റെ മൊഴി പരിശോധിച്ച ശേഷം വീണ്ടും വിളിപ്പിക്കാനാണ് EDയുടെ നീക്കം. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളകൾ നടന്നതിന് ശേഷമുള്ള കാലയളവിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ സ്വത്തിൽ ഉണ്ടായ വർധനമാണ് സംശയം ജനിപ്പിക്കുന്നത്. 2019 മുതൽ 2025 വരെയുള്ള കാലയളവിലെ മുരാരി ബാബുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണ്. 2021 മുരാരി ബാബു നിർമ്മിച്ച പുതിയ വീടിന്റെ ചിലവും ED പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ 9 മണിക്കൂറോളം ചോദ്യം ചെയ്തതിന് ശേഷമാണ് ED മുരാരി ബാബുവിനെ വിട്ടയച്ചത്. മൊഴികൾ പരിശോധിച്ച ശേഷം മുരാരി ബാബുവിനെ വീണ്ടും വിളിപ്പിക്കും. മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പുവാളികളെന്നാക്കി റിപ്പോർട്ട് നൽകിയതും മുരാരി ബാബുവായിരുന്നു. അതേസമയം കേസിൽ മറ്റുള്ളവരെയും ED ഉടൻ ചോദ്യം ചെയ്യും. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാറിനോട് അടുത്ത ദിവസം ഹാജരാകാൻ ED നിർദ്ദേശം നൽകിയിട്ടുണ്ട്. SIT കേസിൽ പ്രതികളായതിൽ നിലവിൽ അറസ്റ്റിലല്ലാത്തവർ, ജാമ്യത്തിലുള്ളവർ, പ്രധാന സാക്ഷികൾ എന്നിവർക്കാണ് സമൻസ് ലഭിച്ചിട്ടുള്ളത്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലും ED അന്വേഷണത്തിൽ നിർണായകമാണ്. റിമാൻഡിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് EDയുടെ നീക്കം. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്തിന്റെ ദീർഘകാല സ്വപ്ന പദ്ധതിയായ ശബരി റെയിൽ യാഥാർത്ഥ്യമാകുന്നു. നിർണായക തീരുമാനം ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗത്തിലാണ് സ്വീകരിച്ചത്. അങ്കമാലി എരുമേലി ശബരി റെയിൽവേ പദ്ധതിയുടെ 50% ചെലവ് വഹിക്കാനും ഇതിനായി 1900 കോടി രൂപ കിഫ്ബി വഴി നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 1997-98 റെയിൽവേ ബജറ്റിൽ ആദ്യമായി വിഭാവനം ചെയ്ത അങ്കമാലി ശബരി റെയിൽവേ പദ്ധതി കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും മലയോര മേഖലകളുടെ സാമ്പത്തിക പുരോഗതിക്കും ഉതകുന്ന സുപ്രധാന പദ്ധതിയാണ്. 110 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റെയിൽപാത ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്രാമാർഗമൊരുക്കും. അതോടൊപ്പം എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ കിഴക്കൻ മലയോര മേഖലകളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ ഊർജം പകരുകയും ചെയ്യും. പദ്ധതി പൂർത്തിയാകുന്നത് ദേശീയപാത 66 സ്ഥിതി ചെയ്യുന്ന അങ്കമാലിയെ പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, തൊടുപുഴ, പാലാ തുടങ്ങിയ പട്ടണങ്ങളുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കാൻ സാധിക്കും. പദ്ധതിയുടെ 1ാം ഘട്ടത്തിൽ 8 കിലോമീറ്റർ ദൂരത്തേക്കുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അങ്കമാലി മുതൽ കാലടി വരെയുള്ള 7 കിലോമീറ്റർ ദൂരത്തെ നിർമ്മാണ പ്രവർത്തികളുടെ ഏകദേശം 90% വർഷങ്ങൾക്ക് മുൻപേ പൂർത്തിയായിരുന്നു. ബാക്കിയുള്ള ദൂരത്തേക്കായി ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിച്ചിരുന്നെങ്കിലും അവയുടെ കാലാവധി അവസാനിച്ചതിനാൽ നടപടികൾ വീണ്ടും ആദ്യഘട്ടം മുതൽ തുടങ്ങേണ്ട അവസ്ഥയിലാണ്. ഭൂമി ഏറ്റെടുക്കുന്നതിലെ തടസ്സങ്ങളും റെയിൽവേ ബജറ്റിൽ ആവശ്യമായ ഫണ്ട് അനുവദിക്കാത്തതും കാരണം കഴിഞ്ഞ 25 വർഷത്തിലേറെയായി ഈ പദ്ധതി സ്തംഭനാവസ്ഥയിലാണ്. പദ്ധതി ചിലവിന്റെ 50% കിഫ്ബി ഫണ്ടിങ്ങിലൂടെ വഹിക്കാമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു. ആ സമയത്ത് 2815 കോടി രൂപയായിരുന്ന പദ്ധതി ചിലവ് നിലവിൽ 3800.9 കോടി രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിന്റെ പകുതി വിഹിതമാണ് സംസ്ഥാന സർക്കാർ വഹിക്കുക. ശബരി പദ്ധതിക്കായി 303.58 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. ഭൂമി ഏറ്റെടുക്കാൻ 1361 കോടി രൂപയും നിർമ്മാണ പ്രവർത്തനത്തിന് 2439.93 കോടി രൂപയും ചിലവ് വരും. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കേണ്ടത്. നടപടികൾ ആരംഭിക്കാൻ റവന്യൂ അധികാരികൾക്ക് നിർദ്ദേശം നൽകി. ഇക്കാര്യം കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ അറിയിക്കുവാനും മന്ത്രിസഭ തീരുമാനിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്ന് നിയമസഭയിൽ മന്ത്രി ഗണേഷ് കുമാറിനെ തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വകാര്യ ബസ്സുകൾ ഓടുന്ന റൂട്ടുകളിൽ KSRTC ഒഴിവാക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് സർക്കാർ നയമല്ല, അനാരോഗ്യകരമായ മത്സരം വേണ്ട എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി ഇടപെട്ടതോടെ നിലപാട് തിരുത്തി മന്ത്രി KB ഗണേഷ് കുമാർ. KSRTC ബസ്സുകൾ പിൻവലിക്കാൻ കഴിയില്ല, മത്സരയോട്ടത്തിനില്ല എന്ന് മാത്രമാണ് താൻ പറഞ്ഞത് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ KSRTC ബസ് ഓടാതിരിക്കുക അതൊരു നയമായിട്ട് പറയുന്ന പോലെ തോന്നി. അങ്ങനെ വന്നാൽ അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും. അൺഹെൽത്തി കോമ്പറ്റീഷൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണ്.
അത് മാറുന്ന പ്രശ്നമേ ഇല്ല. ഈ പ്രൈവറ്റ് ബസ് ഓടുന്ന സ്ഥലത്തെല്ലാം നമ്മൾ വണ്ടി ഓടുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് തീരെ വണ്ടിയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ വണ്ടികൾ ഓടിച്ചപ്പോൾ കളക്ഷൻ കിട്ടി. ഇവരുമായി മത്സരിച്ച് ലോക്കൽ ബസ്സുകളൊക്കെ ഇങ്ങനെ മത്സരിക്കുകയാണ്. ആ മത്സരത്തിൽ നമുക്ക് പിടിച്ചേക്കാൻ പറ്റാതെ വന്നുകൊണ്ടാണ്. കാരണം അതിനകത്ത് എല്ലാ സ്ഥലത്തും മാറിക്കൊടുക്കുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ എല്ലാ സ്ഥലത്തും മാറിക്കൊടുക്കത്തില്ല. കാരണം തിരുവനന്തപുരം നഗരത്തിലെ 23 റോഡുകളിൽ ഇലക്ട്രിക് ബസ് സർവീസുകൾ നടത്തുമെന്ന് മേയർ വി രാജേഷ് ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നു. കൗൺസിലർമാർ നിർദ്ദേശിച്ചത് 29 റൂട്ടുകളാണ്. മറ്റ് റൂട്ടുകൾ ലാഭകരമല്ല എന്നും വി രാജേഷ് പറഞ്ഞു. ശനിയാഴ്ച മുതൽ ബസ് സർവീസുകൾ ആരംഭിക്കും. തിരുവനന്തപുരം നഗരത്തിലുടനീളം 29 റൂട്ടുകളിലാണ് ഇലക്ട്രിക് ബസ് സർവീസിനായി കൗൺസിലർമാർ നിർദ്ദേശിച്ചത്. ഇതിൽ 23 റൂട്ടുകളിലേക്ക് ശനിയാഴ്ച മുതൽ ബസ് സർവീസ് ആരംഭിക്കും. ശനിയാഴ്ച കൊടുങ്ങാനൂർ വാർഡിൽ ആദ്യ ബസ് ഓടിത്തുടങ്ങും. 23 എണ്ണത്തിൽ 2 ബസ്സുകൾ ഡീസൽ ബസ്സുകളാണെന്നും നേരത്തെ സർവീസ് നടത്തി പിന്നീട് നിന്നുപോയ ബസ്സുകളും ഒപ്പം പുതിയ ബസ്സുകളും ഉൾപ്പെടുത്തിയായിരിക്കും സർവീസ് നടത്തുക എന്നും മേയർ വി രാജേഷ് പറഞ്ഞു. കൗൺസിലർമാർ തന്ന റിപ്പോർട്ട് അനുസരിച്ച് 29 സ്ഥലങ്ങളിലാണ് ആദ്യഘട്ടം ഇടറോഡുകളിൽ ചെറിയ ബസ്സിൻ്റെ ആവശ്യമുള്ളതായി കണ്ടത്. അത് KSRTC മുമ്പാകെ സമർപ്പിക്കുകയും ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ടൊക്കെ ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അടിയന്തരമായി 23 റൂട്ടുകളിൽ ബസ് അടുത്ത ദിവസങ്ങളിൽ മുതൽ ഓടിത്തുടങ്ങും. അപ്പോൾ അതിനുള്ള ധാരണയായിട്ടുണ്ട്. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി KSRTCക്ക് നൽകിയ ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ ഓടിയാൽ മതിയെന്ന് നേരത്തെ കോർപ്പറേഷൻ നിലപാടെടുത്തിരുന്നു. ഇത് വലിയ വിവാദത്തിനും വഴിവെച്ചിരുന്നു. നിലവിൽ KSRTCയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് 23 ഇടറോഡുകളിലേക്ക് സർവീസ് നടത്താൻ തീരുമാനമായത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ചട്ടിയും കലവുമാണ്, അത് തട്ടിയും മുട്ടിയും തന്നെയേയിരിക്കും. തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് ഇങ്ങനെ പറഞ്ഞത് NSS SNDP സംഘടനകളെക്കുറിച്ചാണ്. സുകുമാരൻ നായർ പെരുന്നയിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കുമ്പോഴും മുട്ടിക്കൊണ്ടേയിരിക്കാൻ തന്നെയാണ് തുഷാറിൻ്റെ നീക്കം. എന്നാൽ തുഷാറിൻ്റേത് ദിവാസ്വപ്നമെന്നും NSS SNDP ഐക്യമെന്ന അധ്യായം എന്നേക്കുമായി അടഞ്ഞു എന്നുമാണ് പെരുന്നയിലെ പോപ്പ് ഇന്ന് പറഞ്ഞത്. NSS SNDP ഐക്യത്തിന് ഇനിയും സാധ്യതയുണ്ട്. പറയാനുള്ളത് ജി സുകുമാരൻ നായരെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു. അതൊന്നും പുറത്ത് പറയാനാവില്ല. പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനുള്ളതാണ്. NSS ജനറൽ സെക്രട്ടറിയെ കുറ്റം പറയില്ല, തള്ളി പറയുകയുമില്ല. NSS വാതിലടച്ചു എന്ന് SNDP വിശ്വസിക്കുന്നില്ല. ചട്ടിയും കലവുമാകുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കും. NSSുമായി ചർച്ച നടത്തുമെന്നുമായിരുന്നു SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ. ഇത് വളരെ വ്യക്തമായി എന്നോട് അദ്ദേഹം നേരിട്ട് പലതും ഞങ്ങൾ തമ്മിൽ ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതെനിക്കോട് നിങ്ങളോട് തുറന്നു പറയാൻ കഴിയില്ല. ഏതായാലും SNDP യോഗം സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നയവും ലക്ഷ്യവും ഉദ്ദേശവും എല്ലാം ഈ പറയുന്ന ഐക്യം തന്നെയാണ്. ഒരിക്കലും NSSന്റെ ജനറൽ സെക്രട്ടറിയെ കുറ്റം പറയാനോ അദ്ദേഹത്തെക്കുറിച്ച് മോശം പറയാനോ ഞങ്ങൾ ആരും തയ്യാറാവില്ല. അതേസമയം തുഷാർ വെള്ളാപ്പള്ളിയുടെ വാക്കുകളെ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തള്ളിക്കളഞ്ഞു. എല്ലാ മതങ്ങളോടും സമുദായങ്ങളോടും NSSന് സൗഹാർദ്ദമാണുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഒരേ സമീപനവുമാണ്. ഈ രണ്ട് കാര്യത്തിനും ഐക്യം തടസ്സമാകുമെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് NSS ഐക്യത്തിൽ നിന്നും പിന്മാറിയത്. SNDPയുമായുള്ള സൗഹാർദ്ദത്തിന് മാറ്റമില്ല. എന്നാൽ ഐക്യം എന്നത് അടഞ്ഞ അധ്യായമാണെന്നും തട്ടിയും മുട്ടിയും പോകുന്ന പരിപാടി NSSനില്ലെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു. അത് തുഷാറിന്റെ അഭിപ്രായം, ഞങ്ങളുടെ അഭിപ്രായം അങ്ങനല്ല. ചർച്ച ഇവിടെ കൊണ്ട് അവസാനിച്ചു. ചർച്ച നടന്നിട്ടില്ല. ഇനി ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറില്ല എന്നാണ് പറഞ്ഞത്. തുഷാർ ഒരു പ്രാവശ്യം മാത്രമാണ് തന്നെ വിളിച്ചിട്ടുള്ളത്. അദ്ദേഹം വന്ന് കാണുമെന്ന് മാത്രമാണ് പറഞ്ഞത്. ഐക്യത്തെക്കുറിച്ച് പോലും പറഞ്ഞിരുന്നില്ലെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. NSSുമായുള്ള ഐക്യത്തിൽ SNDP പ്രതീക്ഷ കൈവിട്ടിട്ടില്ലെങ്കിലും ഈ വിഷയത്തിൽ വീണ്ടും ഒരു പുനഃപരിശോധന ഇല്ല എന്ന ഉറച്ച നിലപാടിലാണ് NSS നേതൃത്വം. ആലപ്പുഴ ബ്യൂറോയ്ക്കൊപ്പം അമൃത ന്യൂസ്, കോട്ടയം. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പിൻവലിച്ച BJP സർക്കാർ വീണ്ടും അധികാരമേറ്റു. യുംനാം ഖീംചന്ദ് സിംഗ് ആണ് മുഖ്യമന്ത്രി. BJP നേതാവ് നെംച കിപ്ഗൻ, നാഗ പീപ്പിൾസ് ഫ്രണ്ട് നേതാവ് ലോസി ദിഖോ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ഭരണം പിൻവലിച്ചതിന് തൊട്ടു പിന്നാലെയാണ് മണിപ്പൂരിൽ BJP സർക്കാർ അധികാരമേറ്റത്. BJP നേതാവ് യുംനാം ഖീംചന്ദ് സിംഗ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. BJP നേതാവായ നെംച കിപ്ഗൻ, നാഗ പീപ്പിൾസ് ഫ്രണ്ട് നേതാവ് ലോസി ദിഖോ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തു. മണിപ്പൂരിലെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയാണ് കിപ്ഗൻ. കുക്കി വിഭാഗത്തിൽ നിന്നുള്ള നേതാവും മുൻ മന്ത്രിയുമാണ് നെംച കിപ്ഗൻ. ഓൺലൈനായി ഡൽഹിയിൽ നിന്നാണ് കിപ് ഗജൻ സത്യപ്രതിജ്ഞ ചെയ്തത്. ഗോവിന്ദദാസാണ് ആഭ്യന്തരമന്ത്രി. BJPക്ക് 37 MLAമാരാണ് മണിപ്പൂർ നിയമസഭയിലുള്ളത്. നാഷണൽ പീപ്പിൾസ് പാർട്ടി 6, നാഗ പീപ്പിൾസ് ഫ്രണ്ട് 5, കോൺഗ്രസ് 5, കുക്കി പീപ്പിൾസ് അലയൻസ് 2, JDU 1 എന്നിങ്ങനെയാണ് നിയമസഭയിലെ അംഗബലം. 3 സ്വതന്ത്രരുണ്ട്. 1 സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയാണ്. NPFും NPPയും NDAയുടെ ഭാഗമാണ്.
സർക്കാർ രൂപീകരിക്കുന്നതിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണോ എന്ന് വിലയിരുത്തുന്നതിനായി കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി BJP കേന്ദ്ര നേതൃത്വം മെയ്തേ കുക്കി MLA-മാരുമായും NPF, NPP തുടങ്ങിയ സഖ്യകക്ഷികളുമായും ചർച്ചകൾ നടത്തിവരികയായിരുന്നു. കഴിഞ്ഞ ദിവസം പാർട്ടി ആസ്ഥാനത്ത് ചേർന്ന BJP MLA-മാരുടെ യോഗത്തിലാണ് മുൻ മന്ത്രി കൂടിയായ യുമാൻ ഖേംചന്ദ് സിംഗിനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പിൻവലിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കിയതോടെയാണ് പുതിയ സർക്കാർ അധികാരമേറ്റത്. ഒരു വർഷം പൂർത്തിയാകാനിരിക്കെയാണ് രാഷ്ട്രപതി ഭരണം പിൻവലിച്ചത്. വംശീയ കലാപങ്ങളെ തുടർന്ന് 2025 ഫെബ്രുവരി 9 മണിപ്പൂർ മുഖ്യമന്ത്രിയായിരുന്ന N ബീരേൻ സിംഗ് രാജിവെച്ചത്. ഇതിനു പിന്നാലെ 2025 ഫെബ്രുവരി 13 സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയെങ്കിലും നിയമസഭ പിരിച്ചുവിട്ടിരുന്നില്ല. 2027 വരെ കാലാവധിയുള്ള 60-അംഗ നിയമസഭയെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് മരവിപ്പിച്ചിരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. SIR വിഷയത്തിൽ നേരിട്ട് വാദിക്കാൻ ഇന്ന് സുപ്രീം കോടതിയിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എത്തി. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് മമതയുടെ ഈ നിർണായകമായ നീക്കമുണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് ഹാജരായി ഉന്നയിച്ച പരാതികൾ ഗൗരവതരമെന്ന് നിരീക്ഷിച്ച കോടതി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടി നോട്ടീസ് അയച്ചു. തന്റെ ഭാഗം വിശദീകരിക്കാൻ 5 മിനിറ്റ് സമയമാണ് മമതാ ബാനർജി സുപ്രീം കോടതിയോട് ചോദിച്ചത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് 15 മിനിറ്റ് സമയം അനുവദിച്ചു. തങ്ങളുടെ ഹർജി പാർട്ടിക്കു വേണ്ടിയല്ല ജനങ്ങൾക്കു വേണ്ടിയാണെന്ന് പറഞ്ഞ മമത ബംഗാളിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യം വയ്ക്കുകയാണെന്നും പറഞ്ഞു. വോട്ടർമാരുടെ ബുദ്ധിമുട്ടുകളും വിവരിച്ചു. അടഞ്ഞ വാതിലുകൾക്ക് പിന്നിൽ നീതി കരയുകയാണ് എന്ന് മമത പറഞ്ഞു. എവിടെയും നീതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് താൻ സുപ്രീം കോടതിയെ സമീപിച്ചതെന്നും അവർ വാദിച്ചു. എല്ലാ പ്രശ്നങ്ങൾക്കും നിയമപരമായ പരിഹാരമുണ്ട് എന്ന് കോടതി ഉറപ്പു നൽകി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടി നോട്ടീസ് അയച്ചു. 2 ദിവസത്തിനകം മറുപടി നൽകാനാണ് നിർദ്ദേശം. ഹർജിയിൽ തിങ്കളാഴ്ച കോടതി വിശദമായ വാദം കേൾക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന മറുപടി ബംഗാൾ രാഷ്ട്രീയത്തിൽ നിർണായകമാകും എന്നതിൽ സംശയമില്ല. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാങ്ചി, വിപുൽ പഞ്ചോലി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത്. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കോടതിയിലെത്തിയ കേസ് വാദിക്കുന്നത് ഇതാദ്യമായാണ്. മമതാ ബാനർജി സുപ്രീം കോടതിയിലെത്തിയത് കണക്കിലെടുത്ത് വൻ സുരക്ഷാ വിന്യാസമാണ് ഒരുക്കിയിരുന്നത്. അഭിഭാഷകയായി ജീവിതം തുടങ്ങിയ മമത 4.5 പതിറ്റാണ്ടിന് ശേഷമാണ് കോടതിയിൽ വാദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഗൾഫ് മേഖലയിൽ വീണ്ടും ഒരു സംഘർഷ സാധ്യതയൊക്കെ ഉരുണ്ടുകയറുകയാണ് നമുക്കറിയാം. പക്ഷേ ഇതിനിടയിലും അമേരിക്ക ഇറാൻ ചർച്ചകളുടെ സാധ്യതയും വഴിതുറക്കുന്നു. അതിൻ്റെ ഒരു പ്രതീക്ഷയുമുണ്ട്. എന്നാൽ അമേരിക്കയുടെ കപ്പൽ വ്യൂഹ വിവരം ഇന്നിപ്പോൾ ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അമേരിക്കൻ പടക്കപ്പലായ എബ്രഹാം ലിങ്കണൊപ്പം 3 പടക്കപ്പലുകൾ കൂടാതെ 12 കപ്പലുകൾ കൂടി ഉള്ള ഒരു വ്യൂഹം, അതാണ് ഇപ്പോൾ അതേക്കുറിച്ചുള്ള വിവരമാണ് ഇപ്പോൾ ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത്. നിലവിൽ കപ്പൽ വ്യൂഹം ഇറാൻ്റെ ചബഹാർ തുറമുഖത്തിന് 1400 കിലോമീറ്റർ ദൂരെയാണ്. ഈ വിവരങ്ങൾ ഇറാൻ ഇപ്പോൾ പുറത്തുവിടുമ്പോൾ അമേരിക്കയുമായി ചർച്ചകൾ നടക്കാനിരിക്കെ ഈ അമേരിക്കൻ യുദ്ധനീക്കങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് ചർച്ചകളിൽ ഒരുപക്ഷെ ഒരു മേധാവിത്വം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇറാൻ നടത്തുന്നത് എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക അറബിക്കടലിൽ ഇറാന്റെ ഒരു ഡ്രോൺ വെടിവെച്ചിട്ടത്. എബ്രഹാം ലിങ്കണിൽ നിന്ന് പറന്നുയർന്ന F-35C സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ് ഡ്രോൺ വെടിവെച്ചത്. വിമാനവാഹിനി കപ്പലിന്റെയും അതിലെ ഉദ്യോഗസ്ഥരുടെയും സുരക്ഷയ്ക്കായി സ്വയം പ്രതിരോധം എന്ന നിലയിലാണ് നടപടിയെന്നാണ് അമേരിക്ക വിശദമാക്കുന്നത്. എന്നാൽ തൊട്ടു പിന്നാലെ 2 ഡ്രോണുകൾ കൂടി വിക്ഷേപിച്ചതായി ഇറാൻ അവകാശപ്പെട്ടിരുന്നു. ഇതിന്റെയെല്ലാം വിവരങ്ങൾ തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇറാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. അമേരിക്ക നേരത്തെ നടത്തിയ സൈനിക നീക്കങ്ങളടക്കം എല്ലാം തങ്ങളുടെ നിരീക്ഷണ പരിധിയിലുണ്ട് എന്ന് ലോകത്തെയും അമേരിക്കയും അറിയിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ വെളിപ്പെടുത്തൽ. ഇറാനിൽ ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് അമേരിക്ക കടലാക്രമണത്തിനുള്ള പടപ്പുറപ്പാട് നടത്തിയത്. അത്ര പെട്ടെന്നുള്ള വിജയം അമേരിക്കയ്ക്ക് ഇറാനുമേൽ നേടാനാകില്ല എന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിയിരുന്നു. മാസങ്ങൾ നീണ്ട അസ്വാരസ്യങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ശേഷം ഒരു ചർച്ചയ്ക്ക് തയ്യാറെന്ന കഴിഞ്ഞ ദിവസമാണ് ഇറാൻ അറിയിച്ചത്. ചർച്ചയുടെ തീയതിയും സ്ഥലവും സംബന്ധിച്ച് ഇനിയും ധാരണയാകേണ്ടതുണ്ട്. ഒമാനോ തുർക്കിയോ ആകും ചർച്ചയ്ക്ക് വേദിയാകുക എന്നാണ് സൂചന. എന്തായാലും ഇറാന്റെ നീക്കം വരാനിരിക്കുന്ന സമാധാന ചർച്ചകൾക്ക് ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് അമൃത TV.